ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് പോയത് ലക്ഷ്മി പാർക്ക്, ട്രിവാൻഡ്രത്ത് മ്യൂസിയത്തിന് ഓപ്പോസിറ്റുള്ള ലക്ഷ്മി പാർക്കിലേക്കാണ്. പൊയ്ക നടന്ന് ഓടിയൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഇതാണ് നമ്മുടെ മ്യൂസിയം. മ്യൂസിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലക്ഷ്മി പാർക്ക്. ട്രിവാൻഡ്രത്തുള്ള എല്ലാവർക്കും അറിയാമായിരിക്കാം. ഞാനും അമ്മയും കൂടെ പോവാണ്. പൊയ്ക ഓടിപ്പോവാണ്. നിറയെ വണ്ടികളുള്ള സ്ഥലമാണ്. അങ്ങനെ പൊയ്കേനെ ഞാൻ പിടിച്ച്, അങ്ങനെ പൊയ്കയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ കൈയൊക്കെ പിടിച്ച് പോകുന്നത്. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പൊയ്ക തറയെ വീണ്. അങ്ങനെ പൊയ്കേനെ എടുത്ത് കുഴപ്പമൊന്നും പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ പാർക്കിലേക്ക് നടന്നു. അങ്ങനെ പാർക്കിലെത്തിയ സന്തോഷത്തിൽ പൊയ്ക അങ്ങ് നടക്കുകയാണ്. റൈഡിലൊക്കെ കയറാം. അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ പൊയ്ക പോയി മറ്റേ സ്ലൈഡറിൽ കയറാൻ വേണ്ടി അങ്ങ് ലക്ഷ്യം വെച്ച് അങ്ങ് പോവാണ്. അങ്ങനെ കുറച്ച് നേരം സ്ലൈഡിലൊക്കെ കയറി. അങ്ങനെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു അവിടെ കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്ലൈഡിൽ കയറാൻ വേണ്ടിയിട്ട് അങ്ങ് പോവാണ്. അത് കഴിഞ്ഞ് ഇച്ചിരി നേരം അവിടെ കളിക്കുമ്പോഴത്തേക്ക് അപ്പുറത്ത് ചെസ് ബോർഡുണ്ട്. ചെസ്സ് വലിയതായിട്ട് വരച്ച് നമ്മൾ ചെസ്സ് കളിക്കുന്ന അതുണ്ട്, അപ്പുറത്തുണ്ട്. അപ്പോൾ ഇപ്പുറത്തൊരു അങ്കിള് ചെസ്സ് കളിക്കുന്നുണ്ട്. അങ്ങനെ പൊയ്ക ചെസ്സ് കളിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയി. നമ്മൾ സ്കൂളിൽ ചെസ്സിന് ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാടൊന്നും അറിഞ്ഞുകൂടാ, എന്നാലും ഇൻട്രസ്റ്റാണ് അവൾക്ക്. അങ്ങനെ അങ്കിള് എല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് മൂവ്മെൻറ്റ്, ഇങ്ങനെയാണ് ഇതവിടെ എന്നൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന് പൊയ്ക എന്തൊക്കെയോ ആലോചിച്ച് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് അങ്ങനെ കളിക്കുന്നുണ്ട്. അങ്ങനെ അവർ കളിച്ചുകൊണ്ടിരുന്നു. എന്താണെന്ന് എനിക്ക് ചെസ്സിനെ കുറിച്ച് അറിയൊന്നുമില്ല. എൻ്റെ അച്ഛൻ നന്നായിട്ട് കളിക്കും. അതിന് ശേഷം വേറൊരു അങ്കിൾ വന്നിട്ട് പൊയ്കയ്ക്ക് പറയണം, ഇങ്ങനെ വെച്ച് നോക്ക്, അങ്ങനെ വെച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് അങ്കിൾ പറയാണ്, പിന്നെ ഇപ്പോൾ ഇന്ന് ജയിച്ചിട്ടേ മോള് പോവുള്ളൂ എന്നാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അപ്പോഴത്തേക്കും എന്തോ ഒരു മൂവ്മെൻറ്റ് വെച്ചപ്പോഴത്തേക്കും അത് ശരിയായി. മറ്റേ അങ്കിളിനെ തോൽപ്പിച്ചു, കണ്ടോ മോള് തോൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു പൊയ്ക മാറാം, അവർ കളിക്കട്ടെ, മോളത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കളിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ഇച്ചിരി നേരം കണ്ടിട്ട് ബായ് പറഞ്ഞിട്ട് പൊയ്ക സ്ലൈഡറിൽ വീണ്ടും കയറാൻ വേണ്ടി പോയി. ചെരുപ്പിട്ടിട്ട് കയറില്ലേ എന്ന് പറയുന്നുണ്ട് ഞാൻ. ചെരുപ്പിട്ട് കയറി വീഴും എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കാതെ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് പോവാണ്. കണ്ടപ്പോൾ പിള്ളേർ തിരിച്ച് ബാക്കിലൂടെ കയറി പോവാണ്. അങ്ങനെ ഇതാ പൊയ്ക റൈഡിൽ കളിക്കുന്നുണ്ട്. 2-3 പ്രാവശ്യം അവിടെ കളിച്ചിട്ട് നേരെ ഊഞ്ഞാലിലാടാൻ വേണ്ടി ലക്ഷ്യം വെച്ച് പോവാണ്. ഓടുന്നുണ്ട് ഊഞ്ഞാലിൽ. വേറെ ആരെങ്കിലും ആടുന്നതിന് മുമ്പ് എത്താമെന്ന്. അപ്പോഴത്തേക്കും അവിടെ ഒരു പയ്യൻ, ഒരു കൊച്ചാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇച്ചിരി നേരം അവനെ നോക്കി നിന്ന് കുറച്ച് നേരം നിന്നപ്പോഴത്തേക്ക് കൊച്ച് മാറിക്കൊടുത്ത്. അങ്ങനെ പൊയ്ക കുറേ നേരം ഊഞ്ഞാലിലൊക്കെ ആടി. അങ്ങനെ ഒരു സായാഹ്നം അല്ലേ, ഒരു ഈവനിങ്ങിൽ ഇങ്ങനെ ഇതുണ്ട്. ഇത് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സാധനങ്ങൾ, നമ്മുടെ ജിമ്മിലുള്ള എല്ലാ എക്സസൈസുകളുടെ ഒരു ഇതാക്കി വെച്ചിട്ടുണ്ട് അവിടെ. രാവിലെ നടക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ഇതിൽ എക്സസൈസ് ചെയ്യുന്നത് കാണാം. അങ്ങനെ പൊയ്ക ഓരോന്നില്ല. അതിന് സൈക്ലിങ്ങിൻ്റെ സൈക്കിളില്ലെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ജിമ്മിൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ. അങ്ങനെ കുറച്ച് പേരൊക്കെ ഇവിടെ വന്ന് എക്സസൈസ് ചെയ്യാറുണ്ട് രാവിലെ. അങ്ങനെ അമ്മേനെ വിളിച്ച് നമ്മൾ പറയും പോവാമെന്ന് പറഞ്ഞ്. അങ്ങനെ പുറത്തൊരു പാനിപ്പൂരി കടയുണ്ട്. അവൾ പാനിപ്പൂരി, ഞാൻ ചോളവും വാങ്ങി കഴിച്ച്. അമ്മ കഴിക്കില്ല അതൊന്നും. അപ്പം ഞങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.